ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ റവ കൊണ്ടാണല്ലോ ഉപ്പുമാവ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്കിതാ ഗോതമ്പ് നുറുക്ക് ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആവശ്യത്തിനുള്ള ഗോതമ്പ് നുറുക്ക് എടുത്തിട്ട് വെള്ളമൊഴിച്ച് നന്നായി കഴുകിയെടുക്കുക. നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് റവയുടെ ഉപ്പുമാവ് പോലെയുള്ള നല്ല വേവുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുത്ത് അതിന് നല്ല വെള്ളം വാർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം കഴുകി വെള്ളം വാർത്തിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് അത് നന്നായി വെള്ളം വാർക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെള്ളം കഴുകിയതിന് ശേഷം അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നല്ല ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവോള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവോളയാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ക്യാരറ്റാണ് കുറേ ആളൊക്കെ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാത്ത കാരണം ഞാനിതാ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് ചേർത്തതിന് ശേഷം നമ്മളിതാ മുളക് 2 എണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 മുളക് എടുത്തെന്ന് വെച്ചാൽ കുട്ടികൾ എരിവുള്ള കാരണം കുട്ടികൾ കഴിക്കാൻ മടിക്കും. അപ്പോൾ അതുകൊണ്ട് 2 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽ മുളക് 2-3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. വല്ലാതെ ഇതായി പോകരുത് കേട്ടോ. നമുക്കിത് ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുത്ത് വെള്ളത്തിൽ നന്നായി വേവുന്നതാണ്. അതുകൊണ്ട് തന്നെ അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായി വെള്ളമൊക്കെ ഇതായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നമ്മളൊന്നുകൊണ്ട് വറുത്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ചെറിയ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം വെക്കുക. പിന്നെ കുറഞ്ഞു പോയാൽ നമുക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ കൂടാതെ ശ്രദ്ധിക്കണം. പിന്നെ അപ്പോൾ നമുക്ക് കുറഞ്ഞു പോയാലും ഒത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഒത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അടച്ചിട്ട് നന്നായിട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാലും നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം. ഇതുപോലെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഉപ്പുമാവ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ബീറ്റ്റൂട്ടും ഇതെല്ലാം ചേർത്ത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടായാലും ഒക്കെ കഴിക്കാൻ പറ്റും. കട്ടൻ ചായയും കൂട്ടി നല്ല ടേസ്റ്റിൽ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കുകയാണ്. മക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.